അപ്പോഴേ നമുക്കിന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാമേ. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 കപ്പ് പുളിയില്ലാത്ത തൈര്, ഒരു 5 മീഡിയം സൈസ് സവാളയാണ്, അത് വറുത്ത് കോരിയതിൻ്റെ പകുതി, 1 പിടി പുതിന മല്ലിയില ചോപ്പ് ചെയ്തത് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 1.5 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാമേ. അതിനുശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കിലോ ബസ്മതി റൈസ് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചത് കഴുകി വാരി ഈ വെള്ളത്തിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് 1/4 പരുവത്തിൽ വേവിച്ചെടുത്ത് ഈ ചോറ് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മുടെ ഉള്ളി വറുത്തതിൻ്റെ ബാക്കി ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാമേ. ഒരു 10 മിനിറ്റ് ഇളക്കി ചിക്കൻ ഏകദേശം ഒരു 70% വെന്ത് കഴിയുമ്പോൾ സ്റ്റൗവ് സിമ്മിലേക്ക് മാറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ഉള്ളി വറുത്തതും നമ്മുടെ കാഷ്യൂ കിസ്മിസ് കൂട്ടും മല്ലി പുതിനയിലയും ചേർത്ത് ഗാർണിഷ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചുറ്റിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യാം. അത് 2-3 സ്പൂൺ വീതവും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇത് ഒരു ഫ്ലേവറിനും കളർ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും ഓരോ ലെയറുകളായി ഇതുപോലെ തന്നെ ആവർത്തിച്ച് 3 ലെയറിൽ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ അരിയാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു പഴയ ഫ്രൈ പാന് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാക്കണേ. ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ ബിരിയാണി പോട്ട് അതിലേക്ക് കയറ്റി വെച്ച് തീ സിമ്മിലിടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബിരിയാണി പോട്ടിൻ്റെ വാഴയുടെ വലുപ്പത്തിനനുസരിച്ച് ഫോയിൽ പേപ്പർ എടുത്ത് നന്നായി ടൈറ്റായിട്ട് കവർ ചെയ്യുക. കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടപ്പെടുത്ത് ടൈറ്റായിട്ട് അടച്ച് അതിന് ശേഷം ഒരു വെയിറ്റുള്ള എന്തെങ്കിലും സാധനം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണേ. തീ സിമ്മിലേക്ക് ഇടുന്ന കാര്യം മറക്കരുത് കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം ഇതിന്ന് ഇളക്കി മിക്സ് ചെയ്ത് സെർവ് ചെയ്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി. വളരെ രുചികരമായ ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.